മദ്യനിർമ്മാണശാലയിൽ കടുത്ത അതൃപ്തി പരസ്യമാക്കി RJD. ബ്രൂവറിക്ക് അടിസ്ഥാനമായ പുതിയ മദ്യനയം LDF ചർച്ച ചെയ്യണമായിരുന്നു എന്ന് RJD. അത് ചർച്ച ചെയ്യാതെ എക്സൈസ് മന്ത്രി ഒറ്റയ്ക്ക് തീരുമാനമെടുത്തത് ശരിയല്ല എന്നും RJD വിമർശിച്ചു. ഇപ്പോൾ ബ്രൂവറി അനുവദിക്കുന്നതിന് ആധാരമായ ഈ എക്സൈസ് പോളിസി LDFിൽ വെച്ചിട്ടില്ല. LDFിൽ വെക്കാതെ എങ്ങനെയാണ് ഒരഭിപ്രായം പറയുക? LDFിൽ 11 രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ആ LDF യോഗത്തിൽ അത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണവും തെറ്റും മേന്മകളും മനസ്സിലാക്കി നമുക്കൊരു കൺസിഡേർഡ് ഒപ്പീനിയൻ രൂപീകരിക്കാൻ സാധിക്കും. പക്ഷേ ഈ എക്സൈസ് പോളിസി LDFിൽ വെക്കാതെ നേരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുപോവുകയും മന്ത്രിതലത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയല്ല. ഇപ്പോഴത്തെ LDF കൺവീനർ ശ്രീ TK രാമകൃഷ്ണൻ എക്സൈസ് മന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഈ നടപടിക്രമങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് LDFിൽ എക്സൈസ് പോളിസി ചർച്ച ചെയ്തിട്ടില്ല. ഇത് ശരിയല്ല. ബ്രൂവറി വേണോ വേണ്ടേ എന്നുള്ളത് സെക്കൻഡറിയാണ്, മറ്റൊരു വിഷയമാണ്. അത് ഞങ്ങളുടെ പാർട്ടി 2-ാം തീയതി ചർച്ച കൂടി അത് ചെയ്യും. പോളിസി ഇഷ്യൂസ് എപ്പോഴും LDF ചർച്ച ചെയ്യണം. CK അഭിലാലാണ് വിവരങ്ങളുമായുള്ളത്. അഭിലാൽ, അതൃപ്തി പുകയാണ് LDFിൽ. ഒന്ന് CPIയുടെ അതൃപ്തി, 2 മറ്റൊരു ഘടകകക്ഷിയായ JDSന്റെ അതൃപ്തി. മന്ത്രിയെ പിൻവലിക്കണമെന്ന ആവശ്യം പോലും ആ പാർട്ടിയിൽ വരുന്നു. ഇപ്പോൾ RJDയും വളരെ ശക്തമായ വിമർശനം ഉന്നയിക്കുകയാണ്. ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണോ RJD ആലോചിക്കുന്നത്? അഭിലാഷ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മദ്യലഭ്യതയും ഉപഭോഗവും കുറച്ചു കൊണ്ടുവരും എന്നുള്ളത് LDFിൻ്റെ പ്രഖ്യാപിത നയമായി പ്രഖ്യാപിക്കപ്പെട്ടതാണ്. എന്നാൽ ബ്രൂവറി അനുവദിക്കാൻ സംസ്ഥാനത്ത് തീരുമാനമെടുക്കുമ്പോൾ അത് നയം മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു നയം മാറ്റം എന്നുള്ളത് സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിക്കേണ്ട ഒന്നല്ല. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്നുള്ളത് 11 രാഷ്ട്രീയ പാർട്ടികളുടെ ഏകോപന സമിതിയായ LDF ആണ്. ഇത്തരത്തിൽ സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് ഇടതുമുന്നണിയിലാണ്. ബ്രൂവറി അനുവദിച്ച വിഷയം വേറെയും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നയംമാറ്റത്തിലുള്ള വിഷയം വേറെയുമാണ് എന്നുള്ളതാണ്. അങ്ങനെ ബ്രൂവറി അനുവദിക്കാൻ തീരുമാനം എടുത്തത് നയംമാറ്റത്തിൻ്റെ സൂചനയാണ്. അത് ആദ്യഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് LDFിലാണ്. അങ്ങനെ ഒരു തീരുമാനമോ ചർച്ചയോ ഉണ്ടാകാതിരുന്നത് ശരിയായ നടപടിയല്ല എന്ന് RJD തുറന്നടിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏത് വിധത്തിലാകണമെന്നത് തിരുവനന്തപുരത്ത് ഞായറാഴ്ച ചേരുന്ന പാർട്ടി യോഗത്തിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. യെസ്, എന്തായാലും വർഗീസ് ജോർജ് RJDയുടെ നിലപാട് പറയുന്നു. ഇപ്പോൾ CPIക്ക് ഒരു നിലപാടുണ്ട്, JDSൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഈ മദ്യ നയം ഇപ്പോൾ LDFിനൊരു തലവേദനയാവാനുള്ള സാധ്യതയാണ്. ബ്രൂവറി വേണമായിരുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, അതിനപ്പുറത്ത് ഒരു നയപരമായ തീരുമാനമെടുക്കുമ്പോൾ അത് ചർച്ചയാവേണ്ടതില്ലേ എന്ന ചോദ്യമാണ് പ്രസക്തമാവുന്നത്.